ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഉച്ചക്കൽക്ക് മാന്തളാട്ടാ കറി കിട്ടിയേ. അപ്പോൾ തേങ്ങ അരച്ചിട്ടാട്ടാ കറി വെക്കണേ. പിന്നെ സിമ്പിളായിട്ടുള്ളൊരു കറി കേട്ടോ, എൻ്റേതായ ശൈലിയിൽ ഞാൻ വെക്കണ കേട്ടോ. പിന്നെ ഞാൻ സാധാരണ ചുവന്നുള്ളി ആട്ടാ എടുക്കാറ്. ചുവന്നുള്ളിക്ക് ടേസ്റ്റ് കൂടുതൽ. ഇന്നിപ്പം മടി കാരണം കുഞ്ഞ് സബോള എടുത്തേ. അങ്ങനെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും സബോളയും കൂടി ഇട്ടിട്ട് നന്നായി അടിച്ചെടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് 2 കുഞ്ഞ് തക്കാളിയും ഒരു 3 അല്ലി കുടംപുളിയും പച്ചമുളകും ഇട്ടിട്ട് അരപ്പും പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടിയും കൂട്ടിയിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറി കേട്ടോ. ഇതിപ്പോൾ തന്നെ ഒരു 11:30 എന്നാലും നമുക്കൊരു 10-20 മിനിറ്റ് കൊണ്ട് കറി സെറ്റാവും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ മാന്തളല്ലേ, അപ്പം നമുക്ക് ഈ ചാറൊക്കെ ഒന്ന് കുറുകിക്കോട്ടെ കേട്ടോ. സാധാരണ അയിലയും മറ്റ് ചാളയും വലിയ മീനുകളൊക്കെ വെക്കണ പോലെയല്ല. മാന്തൾ പെട്ടെന്ന് വേവൂലേ, അപ്പോൾ ചാറൊന്ന് സെറ്റായിട്ട് മാത്രം മീനിട്ടാൽ മതിയിട്ടാ. പിന്നെ അതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് പോരാത്തത് എന്തെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മീൻ ഇട്ട് കൊടുത്തിട്ടേ അധികം നേരം മൂടിയൊന്നും വെക്കണ്ട കേട്ടോ. ഒരു 3-4 മിനിറ്റ് തുറന്നിട്ടിട്ട് വേവിക്കുക. എന്നിട്ട് ഇത്തിരി തള കൂടുതൽ വരുമ്പോൾ മൂടി വെക്കുക. ഒരു 3-4 മിനിറ്റ് മാത്രം അടച്ചു വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെക്കുക. ലാസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേപ്പില, ഫ്രഷ് വേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വെളിച്ചെണ്ണ. അപ്പം നല്ലൊരു മണം വരും കേട്ടോ, നല്ല രസമാണ്. അപ്പം തന്നെ ചോറിനാൻ തോന്നും നമുക്ക്. അപ്പോൾ കുറേ മസാലകളൊന്നും ഇല്ലാണ്ടേ ഇങ്ങനെ സിമ്പിളായിട്ട് വെക്കണേന് നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് കഴിയുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. ചോറൊക്കെ കുറേ കഴിക്കാം നമുക്ക്. അപ്പം മോനിക്ക് ഇഷ്ടമായിട്ടാണ്, നല്ലതാണെന്നാണ് പറയണത്.